ഞാനിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. ബെൽജിയത്തിൽ നിന്ന് ഒരാൾ ഇന്നിവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ആളുടെ പേര് ഇവ എന്നാണ്. എന്തിനാണ് നമ്മൾ അയാളെ കാത്തിരിക്കുന്നത് എന്നറിയണ്ടേ? ദോഹയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇവ എന്ന അരുമമൃഗം കൊച്ചിയിലേക്ക് പറന്നെത്തിയത്. വിദേശത്തേക്ക് മൃഗങ്ങളെ അയക്കുന്നതിനും അവിടെ നിന്നും നാട്ടിലേക്ക് എത്തിക്കുന്നതിനും അനുമതി നൽകുന്ന അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചിയിൽ ആരംഭിച്ച ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന ഓമന മൃഗമാണ് ഇവ. വർഷമായി ദോഹയിലെ മെക്കാനിക്കാണ് രാമചന്ദ്രൻ നായർ. പേർഷ്യൻ ഇനത്തിൽപ്പെട്ട ഇവ ഇവരുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് 1 വർഷമായി. നാട്ടിലേക്ക് എത്തുമ്പോൾ ഓമന മൃഗത്തെ തനിച്ചാക്കി വരുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണെന്ന് ഇവയുടെ ഉടമസ്ഥർ പറയുന്നു. അതിനെ കളയാൻ തോന്നിയില്ല, ഞാൻ പോരൊക്കെ നിർത്തി പോന്നു. ഇത് കൂടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വേണം, രാത്രി കിടക്കുമ്പോൾ നമ്മൾ വേണം, നമ്മുടെ അടുത്ത് വന്ന് കിടക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കളയാൻ തോന്നിയില്ല. നമ്മൾ പോകുന്നത് പട്ടിയും ചാവും. വില കൊടുത്ത് വാങ്ങിയതല്ല, ലഭിച്ചത് വഴിവക്കിൽ നിന്നാണെങ്കിലും ഇന്ന് ഈ കുടുംബത്തിന്റെ വിലമതിക്കാനാവാത്ത ഒരംഗമാണ് ഇവ. നമ്മളത് ഒരു കൊല്ലമായിട്ട് വളർത്തുന്നു. അപ്പോൾ പിന്നെ അവിടെ വിട്ടിട്ട് പോകാൻ പറ്റിയില്ല, മനസ്സ് അനുവദിച്ചില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. കുറച്ച് ആദ്യമൊന്നും മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ്. എല്ലാം ഒന്ന് ക്ലിയറായി കിട്ടിയതിന് ശേഷം ബാക്കിയെല്ലാം ഈസി ആയിരുന്നു. ഇവിടെ പ്രൊസീജിയറൊക്കെ എളുപ്പമാക്കി എല്ലാം ഇവിടെ ചെയ്തു തന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓമന മൃഗത്തെ വിമാനത്തിലേറ്റാൻ തല പുകയുന്ന നടപടിക്രമങ്ങളൊന്നുമില്ല. കാർഗോയിലല്ല, കുടുംബാംഗങ്ങൾക്കൊപ്പം വളർത്തുമൃഗങ്ങൾക്കും യാത്ര ചെയ്യാനാകും. ടിക്കറ്റിനൊന്നുമില്ല, അതിന് ലഗേജ് ചാർജ് മാത്രമേ 340 രൂപ ലഗേജ് ചാർജ് മാത്രം. ഞങ്ങളവിടെ എയർ ഇന്ത്യ ഓഫീസിൽ അന്വേഷിച്ചു ഇങ്ങനെ സാധനത്തിന് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് എടുത്തോളം ഓക്കെ ആക്കി തരാമെന്ന് എല്ലാ പേപ്പറും. അപ്പോൾ എല്ലാം ക്ലിയറാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പേപ്പേഴ്സ് ഞങ്ങൾ ക്ലിയറാക്കി. അവിടെ വന്നപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായില്ല, എല്ലാം ക്ലിയറാക്കി തന്നു. പിന്നെ ഇറങ്ങി വന്നാൽ തന്നെ ഞങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും വലിയ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ വെച്ച് കൊണ്ടുവരിക. അതിനുള്ള എല്ലാ ഇതും എയർ ഇന്ത്യ ക്ലിയറാക്കി തന്നു. ബാക്ക് സീറ്റ് തന്നു, വെക്കാനുള്ള സൗകര്യം എല്ലാം തന്നു. കൊച്ചി വിമാനത്താവളത്തിൽ അനിമൽ ക്വാറന്റൈൻ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ദീർഘനാളത്തെ ആവശ്യത്തിന് അനുമതി ലഭിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസമായിരുന്നു. മൃഗങ്ങളുടെ ഇറക്കുമതിക്കും കയറ്റുമതിക്കുമായി കൊച്ചി വിമാനത്താവളത്തിൽ വെറ്റിനറി ഡോക്ടർ ഓൺ കോൾ അടക്കം സർവ്വസന്നാഹങ്ങളും 24 മണിക്കൂറും സജ്ജമാണ്. ഇനി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ അവിടെ ഉപേക്ഷിച്ച് വരണം എന്നുള്ള ടെൻഷനും വിഷമവും ഒന്നും വേണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ ഓമന മൃഗങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ സർവ്വവും സജ്ജമായി കഴിയും. ക്യാമറമാൻ സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹ മല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്ത് സുന്ദരിയാണല്ലേ നമ്മുടെ ഇവയെ കാണാനായിട്ട്. അതിൽ വേറൊരു വലിയ സന്ദേശമുണ്ട്. കാരണം സ്നേഹത്തിന് അതിരില്ല. ആ ഇവയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഉടമകൾ എത്തിയില്ലല്ലോ ഇവിടേക്ക്. എന്തായാലും ഫ്ലൈറ്റിലെത്തിയ VIP പൂച്ച വലിയ കൗതുകമായി മാറിയിരിക്കുകയാണ് അല്ലേ. നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സ്നേഹയുണ്ട്. സ്നേഹ, നമ്മുടെ ഇവയുടെ വിശേഷങ്ങൾ പറയൂ. ജയലക്ഷ്മി, അതായത് ഓമന മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല വാർത്ത തന്നെയാണ് ഇത്. അതായത് കൊച്ചിയിൽ ഇതുവരെ, നമ്മുടെ കേരളത്തിൽ ഇതുവരെയും അതായത് വളർത്തു മൃഗങ്ങളെ ഫ്ലൈറ്റ് മാർഗം എത്തിക്കാനുള്ളൊരു സംവിധാനം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണെങ്കിലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ ചെന്നൈ വഴി അല്ലെങ്കിൽ മുംബൈ മാർഗമൊക്കെ ആയിരുന്നു നമ്മൾ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് മാർഗം വളർത്തു മൃഗങ്ങളെ എത്തിച്ചേർന്നത്. എന്തായാലും ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി വിദേശത്ത് നിന്നും നേരിട്ട് കേരളത്തിലേക്ക് വളർത്തു മൃഗങ്ങളെ ഫ്ലൈറ്റ് മാർഗം തന്നെ എത്തിക്കാനായിട്ട് സാധിക്കും. കാർഗോ വഴിയല്ല, നമുക്കൊപ്പം തന്നെ അവരെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും നല്ല വാർത്തയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇവയെ സംബന്ധിച്ചിടത്തോളം ഇവയ്ക്ക് ഇപ്പോൾ ഒരു VIP പരിവേഷമൊക്കെയാണ്. കാരണം ആള് വന്നിറങ്ങിയപ്പോൾ, കൊച്ചിയിൽ വന്നിറങ്ങിയപ്പം എയർ ഇന്ത്യ ജീവനക്കാരടക്കം നിരവധി പേരാണ് ഇവയെ സ്വീകരിക്കാനായിട്ട് എത്തിയത്. അതായത് ഈ ആനിമൽ ക്വാറന്റൈൻ സംവിധാനം എന്നുള്ളത് ഏറെ നാളത്തെ ഒരാവശ്യമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു ഇത് നിലവിൽ വന്നത്. തൃശ്ശൂരിലെ ചേലക്കര സ്വദേശിയായ രാമചന്ദ്രൻ നായരുടെ വളർത്തുമൃഗമാണ് ഇവ എന്ന് പറയുന്നത്. ഇവയെക്കുറിച്ച് പറയാനാണെങ്കിൽ 1 വർഷം മുന്നെയാണ്
ഇവ ഇവരുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയത് എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹം രാമചന്ദ്രൻ നായർ 34 വർഷമായിട്ട് ദോഹയിലെ മെക്കാനിക് ആയിരുന്നു. പെട്ടെന്നൊരു ദിവസം അവരുടെ വീട്ടിൽ വന്ന് കയറിയതാണ് ഇവ. അതായത് രാവിലെ ഉറക്കം എഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഇവർക്കൊപ്പം ഉണ്ട്. അത് അത്രമാത്രം ഒരു ആത്മാർത്ഥമായ ബന്ധമാണ് ഈ കുടുംബത്തിന് ഇവയോട് എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശരി സ്നേഹ, എന്തായാലും നമുക്കും അദ്ദേഹത്തിന്റെ പറച്ചിൽ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഇവ എന്നുള്ളത്. അപ്പൊ ഇനി ഇവയെ പോലെ നമ്മളിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ രുമമൃഗങ്ങളെ കൊണ്ടുവരണമെങ്കിൽ അതിനും ഒരു വഴിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇവ സുഖമായിട്ട് നാട്ടിൽ കഴിയട്ടെ.